നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് അകത്തുമുറി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. കടയ്ക്കാവനും വർക്കലയ്ക്കും ഇടയ്ക്കുള്ളൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പോലും നമ്മുടെ അമൃത് ഭാരത് സ്കീം ഉണ്ടല്ലോ, അതിൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഒരു മേജർ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് നമ്മുടെ വർക്കല ശിവഗിരി. പക്ഷേ ഇവിടെ പോലും ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പില്ല. ഇവിടെയും നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. മംഗലാപുരത്ത് നിന്ന് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു യാത്ര തിരുവനന്തപുരത്തേക്ക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ട്രെയിനിലായിരിക്കും. മലബാർ എക്സ്പ്രസ് ആണ്. 14 മണിക്കൂറും 45 മിനിറ്റും വേണം ഇതിവിടെ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താനായിട്ട്. കൊല്ലം ജംഗ്ഷന് തൊട്ട് മുന്നേയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇരവിപുരം. ഇവിടെയും നമ്മുടെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുവാണ്, ചെറിയങ്കിഴത്തെ പോലെ തന്നെ. എന്നാൽ ഇതൊക്കെ എന്ന് തീരുമെന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രം അറിയാവുന്ന കാര്യമാണ്. കൊങ്കൺ പാതയൊക്കെ വരുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മുംബൈയിലേക്ക് പോയൊരു ട്രെയിനാണ് ജയന്തി ജനത എക്സ്പ്രസ്. എന്നാൽ ഇപ്പോൾ ഇത് പൂനെ വരെ ഉള്ളേ. പണ്ട് ഇത് CSMT വരെ ഉണ്ടായിരുന്നു, ഡെയിലി സർവീസും ഉണ്ടായിരുന്നു. കൊങ്കൺ വന്നിട്ട് പോലും കുറേ ആൾക്കാർ ഈ ജയന്തി ജനതയിലേ പോകണമായിരുന്നു. കാരണം കൊങ്കണിൽ പോകാൻ പേടിയായതുകൊണ്ട്. എനിക്കങ്ങനെ കുറേ പേരെ അറിയാം. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ.